എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ദോശ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാൻ 2-3 ദോശയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശകളുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ദോശയാണ്. ഇത് സ്വീറ്റ് ദോശയാണിത്, മധുരമുള്ള ദോശ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത്രയും ഗോതമ്പ് പൊടി എടുക്കുക. ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ. ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് ഇളക്കുകയാണെങ്കിൽ അധികം കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതിന് ആകെ 3 ഇൻഗ്രീഡിയൻ്റേ ആവശ്യമുള്ളൂ കേട്ടോ. ഗോതമ്പ് പൊടിയും പിന്നെ ഇതിൽ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ഉരുക്കിയെടുത്തിട്ട് അത് പാനിയാക്കിയിട്ടാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് പതുക്കെ കലക്കിയെടുക്കുക. പിന്നെ ശർക്കര ഉരുക്കിയതാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അധികം കൂടെ ഒഴിക്കാതിരിക്കുക. ശർക്കര അതിൻ്റെ വെള്ളവും കൂടി വരുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കിയതല്ലെങ്കിൽ വെറുതെ ചീകി എടുത്തതാണെങ്കിലും ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ എളുപ്പമാണ്. അവരവർക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ഒഴിക്കുക. കുറച്ച് നല്ല മധുരത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കുക. വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 വലിയ ഏലക്ക പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ദോശ ഉണ്ടാക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താണ്. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്താണ്. നന്നായിട്ട് അരയൊന്നും വേണ്ട. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക. അധികം ലൂസായിട്ട് എടുക്കരുത്. ഇത് വളരെ തിന്നായിട്ട് പരത്താൻ പറ്റില്ല. നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ പരത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ പാടുള്ളൂ കേട്ടോ. അധികം ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ച് പരത്താൻ പറ്റില്ല. തേങ്ങയും കൂടി ചേർത്തേക്കണോണ്ട് അങ്ങ് പരന്ന് കിട്ടില്ല. അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിച്ച് കൊടുക്കാം. അത് ഒന്നുകൂടി ടേസ്റ്റാണത്. ഇനി ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ വശവും കൂടി മൊരിച്ചെടുക്കാം. കൂടുതൽ മൊരിഞ്ഞ ദോശ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി നെയ്യും എണ്ണയും എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതെപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണല്ലേ. അപ്പോൾ അത് വെച്ച് നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള മധുരദോശ തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.